ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SB മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിലെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ കൂടുതൽ ആഡുകൾ എങ്ങനെ ആഡ് ചെയ്യാം, കൂടുതൽ പരസ്യം എങ്ങനെ ആഡ് ചെയ്യാം, അതിലൂടെ എങ്ങനെ നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കത് എന്താണ് എങ്ങനെയാണ് ഈ പരസ്യം കൂടുതൽ ആഡ് ചെയ്താൽ എങ്ങനെയാണ് വരിക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആദ്യം കാണിച്ചു തരാം. അതിനു മുമ്പായിക്കൊണ്ട് നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള പുത്തൻ അറിവുകൾ, മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, ഓൺലൈനിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഇവയെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ നിങ്ങൾ ദിനം നിങ്ങളുടെ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ലഭിക്കുന്നതാണ്. യൂട്യൂബ് ചാനലും SB മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിർബന്ധമായിക്കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിനകത്ത് ഇടുന്ന വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്ന് വരും. ഞാൻ മുകളിലോട്ട് പോസ്റ്റ് വരുമ്പോൾ അത് നിങ്ങൾക്ക് മിസ്സായി പോകും. പക്ഷേ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങളുടെ താഴ്ഭാഗത്തായിട്ട് വരുന്ന വീഡിയോയുടെ കൂടെ നമ്മുടെ വീഡിയോ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ വീഡിയോ പുതിയത് ആഡ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വീഡിയോയ്ക്ക് മുകളിൽ കൂടുതൽ പരസ്യം ആഡ് ചെയ്യുന്നത്? ഞാൻ ആദ്യം അത് കാണിച്ചു തരാം. ഈ ആഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം, എങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയാസ് കിട്ടണമല്ലോ, എന്താ സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊരു മലയാളം മൂവിയാണ്. ഏതാ മൂവി എന്ന് എനിക്കറിയില്ല, എന്നാൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഈ താഴ്ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ വീഡിയോ ഒട്ടിച്ചു വിടാൻ ഉപയോഗിക്കുന്ന ഈ താഴ്ഭാഗത്തെ ബാർ ഉണ്ടല്ലോ, വീഡിയോ റണ്ണിങ് ബാർ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ യെല്ലോ ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. യെല്ലോ ഡോട്ട്സ് വന്നിട്ട് അവർ ആഡ് ചെയ്തിരിക്കണം, ഓരോ പരസ്യമാണ്. ആ ഭാഗത്ത് എത്തുമ്പോൾ പരസ്യം വരും. അപ്പോൾ വീഡിയോ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് വലിയൊരു ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് ഇത് വെച്ച് പ്ലേ ചെയ്ത് ആഡ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയം ഒരുപാട് പോകും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ യെല്ലോ എന്ന് പറഞ്ഞു വെച്ചാൽ യെല്ലോ കാണുന്നത് ഓരോ മാർക്കും. ആ യെല്ലോൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഇവിടെ പരസ്യം വരും. താഴ്ഭാഗത്തായിട്ട് ചെറിയ ബാനർ പരസ്യം വരും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ടുള്ള പരസ്യം മാറി പുതിയ പരസ്യം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ഈ യെല്ലോ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഒരു വീഡിയോ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഡിഫാൾട്ടായിട്ട് ഒരൊറ്റ പരസ്യം മാത്രമേ വരികയുള്ളൂ. നിങ്ങളുടെ വീഡിയോയുടെ ഫസ്റ്റ് ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു യെല്ലോ മാർക്ക് കാണും, ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള പരസ്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്യണം. ഇതേപോലെ യെല്ലോ മാർക്ക് നിങ്ങൾ അവിടെ കൊടുക്കണം, മാർക്ക് ചെയ്യണം. ഇവിടെ പരസ്യം വരണം എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യണം. പക്ഷെ അങ്ങനെ പരസ്യം വരണമെങ്കിൽ യൂട്യൂബിൽ ഒരു നിബന്ധനയുണ്ട്. നിബന്ധന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ 10 മിനിറ്റിന് മുകളിലായിരിക്കണം. 10 മിനിറ്റിന് മുകളിലുള്ള വീഡിയോകൾക്ക് മാത്രമേ ഇങ്ങനെ പരസ്യം, ഒന്നിൽ കൂടുതൽ പരസ്യം ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഡാഷ്ബോർഡ് വരിക. ഞാൻ ഡാഷ്ബോർഡിൽ വീഡിയോ മാനേജർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം 10 മിനിറ്റിന് മുകളിലുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോ 10 മിനിറ്റിന് മുകളിലുണ്ട്. ഞാനത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കും. എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഞാൻ പറയേണ്ടതില്ല, നമ്മൾ കുറേ വീഡിയോകളിലായി പറയുന്നു. ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരിക. അതിന് ശേഷം ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും മോണിറ്റൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് പ്രസ് ചെയ്യുക. ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ 10 മിനിറ്റിന് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴ്ഭാഗത്തായിട്ട് ആഡ് ബ്രേക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. നിങ്ങളിപ്പോൾ 10 മിനിറ്റിന് മുകളിൽ ഇല്ലാത്ത വീഡിയോ ആണെങ്കിൽ ഈ ഓപ്ഷൻ ഇവിടെ ഉണ്ടാവുന്നതല്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും താഴെ ആഡ് ബ്രേക്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എവിടെയെല്ലാം ആഡ് വരണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ബ്ലൂ കളറിലുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ നീക്കാൻ പറ്റും. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നീങ്ങുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ എത്രാമത്തെ മിനിറ്റിലാണ് ഈ ബ്ലൂ ലൈൻ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ 4 മിനിറ്റ് 33 സെക്കൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ മൊത്തം 10 മിനിറ്റാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഭാഗത്ത് ഒരു 8 മിനിറ്റ്, ഫസ്റ്റ് ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫാൾട്ടായിട്ട് യൂട്യൂബ് തന്നെ ഇടും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 8 മിനിറ്റ്, അതായത് വീഡിയോൻ്റെ 8ാമത്തെ മിനിറ്റിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു പരസ്യം കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായി ഇൻസേർട്ട് ആഡ് എന്നുള്ള ഈ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 6 മിനിറ്റ് 53 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു മാർക്ക് വീണതായി കാണും. ഇവിടെ ഇപ്പോൾ ആഡ് വരും. അതുപോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെച്ച് ഇതേപോലെ ഇൻസേർട്ട് ആഡ് എന്ന് കൊടുക്കാം. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പോൾ ഇതും പറഞ്ഞ് നമ്മൾ ഒരു 15 മിനിറ്റുള്ള വീഡിയോയിൽ 10-20 ആഡും 3-4 ആഡൊന്നും ഇടരുത്. അതായത് നമുക്ക് മറ്റുള്ളവർക്ക് അത് കാണാൻ, നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന്, നമ്മുടെ ഫോളോവേഴ്സിന് അത് ബുദ്ധിമുട്ടാവും, അവർക്ക് കാണാം. അപ്പോൾ അവർ നമ്മുടെ വീഡിയോ തന്നെ കാണാൻ നിൽക്കില്ല, ഒരുപാട് ആഡ്സ് ഒക്കെ കൊടുത്താൽ. അപ്പോൾ ഒരു 10 മിനിറ്റുള്ള വീഡിയോയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഡിഫാൾട്ടായിട്ട് തരുന്നത്, യൂട്യൂബ് ഡിഫാൾട്ടായിട്ട് ഇടുന്ന ഒരെണ്ണവും
അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റായിട്ട് 8 മിനിറ്റിലോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇടാം. അപ്പോൾ അതല്ല നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുമ്പോൾ ഒരു ആഡ് വരുന്നത് പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുത്തൻ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.